വാഷിങ്ടൺ DC-യിലെ സെന്റ് മേരീസ് ബസിലിക്കയുടെ തിരുമുറ്റത്ത് വെച്ച് നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയണം. നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ചില യാത്രകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അമേരിക്കയിൽ വാഷിങ്ടൺ DC-യിലെ സെന്റ് മേരീസ് ബസിലിക്കയിൽ ഞാനും എൻ്റെ നാത്തൂൻ ആശയും കൂടി ഒന്ന് പോയി. മാതാവിൻ്റെ പള്ളിയിൽ പോയി അനുഗ്രഹാശിസ്സുകൾ വാങ്ങണം, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വാഷിങ്ടണിൽ പോകുമ്പോൾ ആ മനോഹരമായ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും ഒരു ആത്മനിർവൃതി ലഭിച്ച സന്തോഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കാത്തിരുന്നത് വലിയ ഒരു സർപ്രൈസ് ആയിരുന്നു. ഒരുപാട് പേരെന്നെ തിരിച്ചറിഞ്ഞു, എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാൻ മാമിൻ്റെ ഫാനാണ്, സബ്സ്ക്രൈബറാണ്, മാമിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, മാമിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമാണ് എന്ന് വേണ്ട അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ കൊണ്ട് എന്നെ മൂടി. ഒരു നിമിഷത്തേക്ക് ഞാൻ എന്ത് പറയണമെന്നറിയാതെ ഞാൻ അങ്ങ് പകച്ചു നിന്നുപോയി. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയധികം ആളുകൾ എന്നെ അവിടെ തിരിച്ചറിയുമെന്നും എൻ്റെ അടുത്തേക്ക് ഓടി വരുമെന്നും. ഒരുപാട് പേര് എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തു. ശരിക്കും സത്യം പറയട്ടെ, ഇത്രയും ആളുകൾ എന്നെ പിന്തുണയ്ക്കുന്നെന്നും എന്നെ ഇഷ്ടപ്പെടുന്നെന്നും ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ. ഓഫ് കോഴ്സ് എനിക്കറിയാം, എനിക്ക് 100,000 ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ടെന്നറിയാം. എന്നാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് എന്നെ തിരിച്ചറിഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളതൊക്കെ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ അവിടെ കണ്ടത് എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ അല്ല. കുറച്ച് പേരൊക്കെ പറഞ്ഞു ഞങ്ങൾ മാമിൻ്റെ ഫാനാണ്, ചിലർ പറഞ്ഞു ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്. പക്ഷേ ആ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ആ വാക്കുകളിൽ സ്നേഹം അങ്ങനെ തുളുമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അവരെന്നെ ഒരു സബ്സ്ക്രൈബർ പോലെയല്ല കണ്ടത്, അവരുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നോട് പെരുമാറിയതും എന്നോട് സംസാരിച്ചതും. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. താങ്ക് യു. എനിക്ക് മറ്റൊന്നും പറയാൻ വാക്കുകളില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും താങ്ക് യു, 1000 നന്ദി. എൻ്റെ ഓരോ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഉപയോഗിച്ച് എനിക്കിടുന്ന കമൻറ്റുകളും, അതൊരു ജസ്റ്റ് ഒരു ഹാർട്ട് ആയിക്കോട്ടെ, ഒരു പൂച്ചണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൈകൂപ്പുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇമോജി ആകട്ടെ, എന്തുമാകട്ടെ, അതിന് നിങ്ങൾ ശരിക്കും ഒരു എഫേർട്ട് ഇട്ടാണ് അത് ചെയ്യുന്നത്. അതിന് ഒരുപാട് നന്ദി. താങ്ക് യു ലോട്ട്. എൻ്റെ ഓരോ വീഡിയോയും കാണുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻസ് ചെയ്യുന്ന, എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന എത്രയോ പേരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു, യു ആർ ഇൻ അവർ പ്രേയേഴ്സ് എന്നൊക്കെ പറയുന്നത്, അത് ആ വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ തന്നെ കൊള്ളുന്നവയാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നന്ദി. അന്ന് വാഷിങ്ടൺ DC-യിൽ കണ്ട എല്ലാ ഫാൻസിലെ എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ താങ്കളുടെ ഫാനാണ്, സബ്സ്ക്രൈബർ ആണെന്ന് പറയാൻ കാണിച്ച ആ സ്നേഹത്തിനും എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്കുള്ള 1,04,000 ചില്ലുവാനും സബ്സ്ക്രൈബേഴ്സിനെയും കാണാനായിട്ട് കൊതിയായെന്നുള്ളതാണ്. ഈ സ്നേഹവും പ്രോത്സാഹനവും എല്ലാം എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് പ്രത്യാശയും സന്തോഷവും എത്തിക്കാൻ ശക്തി നൽകുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എല്ലാം എനിക്കുണ്ടായിരിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആലിസ്.